പിന്നെങ്ങനെ നീ ഗിരിയുടെ ഭാര്യയായി ആ വീട്ടിലെത്തി? നീൽ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നീലിനെ കാണാതിരിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ നീലിനരികിൽ എത്താനുള്ള ഒരു വഴി ഗിരി മാത്രമാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഗിരിയെ വിവാഹം കഴിച്ച് ഞാൻ ആ വീട്ടിൽ കയറിയത്. അപ്പൊ ഇതാണ് കഥ. നീലനെ നഷ്ടപ്പെടാതിരിക്കാൻ സ്വാതിക്ക് നിന്നെ അവിടുന്ന് ഓടിക്കണമായിരുന്നു. അതെ, എന്നും അവളുടെ മനസ്സിൽ ഞാനൊരു ഭയം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ മരണത്തിൽ കുരുക്കി അവൾ എന്നെ ജയിലിൽ അടച്ചത്. എടി, നിന്റെ വിലസിലൊക്കെ തീർന്നു. നിനക്കെതിരെ കൃത്യമായ മൊഴി തന്നിട്ടുണ്ട് ഡോക്ടറും ആ കള്ളനും. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതും മാഡത്തിന് തോന്നല. മാഡത്തിന്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കൂടിയ നക്ഷത്രമുള്ളവര്. എന്റെ കാര്യം അവര് നോക്കിക്കോളും. എന്റെ ജീവിതം തകർത്തത് അവളാണ് വൈശാഖി, ആ സ്വാതി. അവളോട് ഞാൻ പ്രതികാരം ചെയ്യണ്ടേ? നിന്റെ ലക്ഷ്യം എന്റേത് കൂടിയാ വേദേ. സ്വാതിയെ നമ്മൾ തകർത്തിരിക്കും. നാളെ നേരം പുലരുമ്പോ ഞാൻ അവളെ അറസ്റ്റ് ചെയ്തിരിക്കും. അതിനുള്ള എല്ലാ നടപടികളും ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അച്ഛാ, ദേ പോലീസ്. പോലീസ് നന്ദിനെ കണ്ടെത്തിയെന്നാ തോന്നുന്നേ. അവളെ കൊണ്ട് വരികയായിരിക്കും. ചിലപ്പോ ഗിരി അവരുടെ കൂടെ കാണും. ബാ. അവൾ ജീവനോട് ഇപ്പോഴും ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാ ഈ ACP വൈശാഖി വർമ്മ ഇവിടേക്ക് വന്നത്. മാഡം, സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഗിരി അവിടേക്ക് പോയിരിക്കുവാ. അതിനിടയ്ക്ക് മാഡം ഇവിടെ വന്ന് നന്ദിനി എവിടെയെന്ന് ചോദിച്ചാ ഞങ്ങൾ എന്ത് പറയണം? എന്താടി നിന്റെ പേര്? സ്വാതി. ഓഹോ, അത് ശരി. അത് നീയാണല്ലേ സിനിമാ നടൻ നീൽ മഹേഷിന്റെ ഭാര്യ. കൊള്ളാം. ഒരാളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ട്. മാഡം നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? സ്വാതി എന്തിനെ കുറ്റപ്പെടുത്തുന്നേ? മര്യാദയ്ക്ക് വായടച്ച് മിണ്ടാ നിന്നോണം. ഡോണ്ട് ഇന്റർഫിയർ മീ. ഞാൻ ഈ പൊന്നുമോളെ അറസ്റ്റ് ചെയ്യാനാ വന്നത്, ഈ സ്വാതിയെ. ദാ, ഇവരാ പരാതിക്കാരി, നന്ദിനിയുടെ ചെറിയമ്മ. എന്താ, ഇവരുടെ പരാതി മതിയോ തമ്പുരാട്ടിക്ക്? എവിടെ കൊണ്ടുപോയി കൊന്നടി നീ എന്റെ നന്ദിനി മോളെ? സത്യം പറ സ്വാതി, എന്റെ നന്ദിനി മോളെ എവിടെ? ചെറിയമ്മ, എനിക്കറിയില്ല. ഞങ്ങൾ എല്ലാവരും അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഗിരി അവളെ അന്വേഷിച്ച് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അവനല്ലെങ്കിൽ നിന്റെ അടിമയല്ലേ? നീ ഒറ്റ ഒരുത്തി അവളെ ഇല്ലാതാക്കിയത്. പറയടി, എന്റെ കുഞ്ഞെവിടെ? നീ അവളെ എന്ത് ചെയ്തു? അനാവശ്യം പറയരുത്. ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങ് ക്ഷമിക്കും. ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ആരോ ചെറിയമ്മയെ തെറ്റിദ്ധരിപ്പിച്ചതാ. മാഡം, ഇവരുടെ വാക്ക് കേട്ട് വെറുതെ എന്നെ ക്രൂശിക്കരുത്. ഹോസ്പിറ്റൽ വെച്ച് ഇവളോട് സംസാരിക്കുന്നവനാണ് ഓട്ടോ മണി. ഇവനാണ് നന്ദിനിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കൊട്ടേഷൻ ഇവൾ കൊടുത്തത്. 8-10 ക്രിമിനൽ കേസിലെ പ്രതിയാ ഇവൻ. എനിക്ക് വേണമെങ്കിൽ ഇതൊരു സർക്കിൾ ഇൻസ്പെക്ടറിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമായിരുന്നു. പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാഡം തന്നെ നേരിട്ട് വന്നത്? മാഡവും ഞാനും തമ്മില് വ്യക്തിപരമായിട്ട് വിരോധമൊന്നും ഇല്ലല്ലോ. ഇല്ലെന്ന് നീ പറഞ്ഞാ മതിയോ?
ഡീ, നീ ഒരു മണ്ടിയാ, മരമണ്ടി. എല്ലാവർക്കും സ്നേഹം മാത്രം വാരിക്കോരി കൊടുക്കാൻ നീ അങ്ങ് പാടുപെടുകയാ അല്ലടി? നന്ദിനിയുടെ മിസ്സിംഗ് എനിക്കൊരു തുറുപ്പ് ചീട്ടാടി. നിന്റെ ജാതകത്തിലെ നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറ്റാൻ ഈ ACP വൈശാഖി വർമ്മയ്ക്ക് കഴിയും. ഇല്ല മാഡം, കഴിയില്ല. ഒരു പേന കൊണ്ട് വേണമെങ്കിൽ മാഡത്തിനത് കടലാസിൽ വരച്ച് സ്വയം ആശ്വസിക്കാം. എന്റെ ഗ്രഹനില മാറ്റിയെന്ന് അഹങ്കരിക്കാം. പക്ഷേ ഈശ്വരൻ എഴുതിയ എന്റെ ഗ്രഹനില മാറ്റാൻ മാഡത്തിന് കഴിയില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ACP ഓഫീസിലെ ഉത്തരവനുസരിച്ചല്ല സഞ്ചരിക്കുന്നത്. ആഹാ, പറഞ്ഞു തീർന്നില്ല. ACPയുടെ കോൾ എത്തി. ഹലോ മാഡം ACP, സുഖം തന്നെയല്ലേ? ആ, എവിടെയാ നമ്മുടെ ധീര വനിത സ്വാതി, നീൽ, മഹേഷ്? നിന്റെ ഉള്ളിലെ സന്തോഷം മുഴുവൻ സംസാരത്തിലുണ്ടല്ലോടി. അത് പിന്നെ കാണാതിരിക്കോ? എന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷമല്ലേ ACP മാഡം സാധിച്ചു തന്നത്. ഒന്ന് പോടി അവിടുന്ന്. അതിരിക്കട്ടെ, നീ വരുന്നില്ലേ നിന്റെ ശത്രുവിനെ കാണാൻ? ആ ലോകകപ്പ് പഴയത് തന്നെയാ. ഞാനൊന്നും മറന്നിട്ടില്ല വൈശാഖി. ഞാൻ വരുന്നുണ്ട് അവളെ കാണാൻ. നീ പറഞ്ഞതുപോലെ തന്നെ ആളിച്ചിരി ചൗര്യക്കാരിയാ. കാവളടക്കം ഒന്നങ്ങ് പൊട്ടിച്ചു ഞാൻ. അപ്പോ ഉദ്ഘാടനം കഴിഞ്ഞു, ഇനി പഞ്ചാരിമേളം തുടങ്ങാല്ലേ? ഞാൻ അവളെ ചോദ്യം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നീ വന്നാ മതി. എലിയെ തട്ടിക്കളിക്കുന്ന പൂച്ചയെ അല്ല, പുലിയെ കാണാം. ഞാൻ വരും. പക്ഷേ അതിനു മുമ്പ് വേറൊരാൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും ഇപ്പൊ അങ്ങ് എത്തും. അതാരാ? സ്വാതിയുടെ ഭർത്താവ്, എന്റെ ആദ്യ കാമുകൻ. കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? കണ്ടേ പറ്റുമെന്ന്. ഏട്ടാ, സ്വാതി, സ്വാതി, ഇയാളത് എങ്ങോട്ടാ പോകുന്നത്? കാണാൻ പറ്റില്ല. ഭാര്യ കാണണമെന്ന് മാഡത്തിന്റെ അനുവാദം ഇല്ലാതെ അവരെ കാണാനോ സംസാരിക്കാനോ പറ്റില്ല. ആര് പറഞ്ഞു കാണാൻ പറ്റില്ലെന്ന്? എന്റെ ഭാര്യ അതിന് തീവ്രവാദിയ നെക്സലൈറ്റ് ഒന്നും അല്ല ഇങ്ങനെ കാണാൻ അനുവാദം തരാതിരിക്കാൻ. ഇതിന് നിങ്ങളുടെ ACP കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. ഏട്ടാ, വേണ്ട ഏട്ടാ. സ്വാതി, താൻ പേടിക്കണ്ട. തന്നെ ഇവരൊന്നും ചെയ്യില്ല. എത്രയും വേഗം തന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കും. ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. പറ്റില്ല, പറ്റില്ല. ഏട്ടാ, വേണ്ട. എന്താ പ്രശ്നം? സാർ, അവള് മിസ്റ്റർ നീൽ, നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. പോലീസിനെ ഇടിച്ചു തെറിപ്പിക്കുന്ന നായകന്റെ ഹീറോയിസൊക്കെ അങ്ങ് സിനിമയിലേ നടക്കും. യഥാർത്ഥ പോലീസിന്റെ രീതി വേറെയാ. ഏട്ടാ, ഞാൻ പറയുന്ന കേക്ക് വേണ്ട. സാർ, അവൾ എന്റെ ഭാര്യ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. തൽക്കാലം അത് സാധ്യമല്ല. മാഡത്തിന്റെ അനുവാദം വേണം. എങ്കിൽ എവിടെ നിങ്ങളുടെ ACP മാഡം? എനിക്ക് എന്റെ സ്വാതിയോടൊന്ന് സംസാരിക്കണം. പറ്റില്ലെന്ന് ഞാൻ തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? മാഡം, ഒരു മനുഷ്യന്റെ നിസ്സഹായതയ്ക്ക് നേരെയാ ഇപ്പൊ മാഡം കണ്ണടയ്ക്കുന്നത്. ഇത് കള്ളക്കേസാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടെങ്കിൽ താൻ പോയി മന്ത്രിക്കോ DGPക്കോ പരാതി കൊടുക്കടൂ. തൽക്കാലം തന്റെ ഭാര്യയെ കാണാനോ സംസാരിക്കാനോ തന്നെ ഞാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഡോ, ഇയാളെ വിളിച്ചോണ്ട് പോടോ. യെസ് മാഡം. പോടോ, ഇറങ്ങി. മാഡം, ഐ ആം ആൻ ആക്ടർ. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മാഡം തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞാനത് പുറത്ത് പത്രക്കാരോട് പറഞ്ഞോളാം. ഞാൻ പറയുന്നത് കേൾക്കാൻ അവരുണ്ടാവും. മാഡത്തിന് മുകളിലും ഒരുപാട് ഓഫീസർമാരുണ്ടല്ലോ. ഇതിനുള്ള മറുപടി മാഡത്തിന് അവരോട് പറയേണ്ടി വരും. ഹലോ, എവിടെ? നടത്തട്ടെ. എത്ര പത്രസമ്മേളനം നടത്തിയാലും അവളിനി ഉടനെ ഒന്നും പുറലോകം കാണില്ല.
അയാൾ എന്നോട് ICUവിലേക്കുള്ള വഴി മാത്രമാണ് ചോദിച്ചത്. ഞാൻ എന്തിനു നന്ദിനെ തട്ടിക്കൊണ്ടു പോണം? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. മാഡം, കള്ളനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കുന്ന വിദ്യ നിങ്ങൾ ഈ പറയുന്നത്. നന്ദിനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. കള്ളം പറയുന്നോടി. എഴുന്നേക്കടി, എഴുന്നേക്കാൻ. അറിഞ്ഞൊന്ന് പെരുമാറിയാ ഇനി നീ 2 കാലിൽ എഴുന്നേറ്റ് നടക്കില്ല. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും തല്ലിയാലും കൊന്നാലും എനിക്ക് അറിയാവുന്ന ഉത്തരം ഞാൻ പറയൂ. നീ സമ്മതിക്കില്ലല്ലടി. ആ നാണക്കേട് വേണോ മാഡത്തിന്? കൊണ്ടുപോയവളെ നടക്കടി. മേഡം, ആ സ്വാതിയുടെ ഭർത്താവ് പുറത്തു വന്ന് സ്വാതിയെ കാണുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. താൻ പോയി അയാൾ എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോവാ. ശരി മാഡം. അവളുടെ ശൗര്യമൊക്കെ തീർത്തു കൊടുത്തോ നീ? ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ പറഞ്ഞു കേട്ടതിനേക്കാൾ ശൗര്യവും മിടുക്കും ഉണ്ട് അവൾക്ക്. എന്റെ കൈ തടയാൻ വരെ അവള് ധൈര്യം കാണിച്ചു. എന്നിട്ട് നീ അവളെ ഒന്നും ചെയ്തില്ലേ? 1-2 എണ്ണം പൊട്ടിച്ചു. പിന്നെ പണ്ടത്തെ കാലമൊന്നുമല്ല. കോടതിയിൽ ഹാജരാക്കുമ്പോ അവള് കൂട്ടിക്കേറി നിന്ന് മജിസ്ട്രേറ്റിനോട് വല്ലതും പറഞ്ഞാലേ എന്റെ പണിയങ്ങ് പോവും. അവളൊരു സെലിബ്രിറ്റിയുടെ ഭാര്യ. ഇപ്പൊ തന്നെ മോളിന്ന് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇതില്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അവളെ ജാമ്യത്തിൽ വിടാനോ? നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ അത് ഞാൻ നല്ല വെടിപ്പായിട്ട് ചെയ്യില്ലേടി. അതെ, നീ അവളെ കാണുന്നില്ലേ? അതിനല്ലേടി ഞാൻ ഓടി വന്നത്. അവൾ എന്നെ കിടത്തിയ അതേ ലോക്കപ്പ് മുറിയിൽ കിടക്കുന്ന അവളുടെ മുന്നിലേക്ക് ഈ വേദിയുടെ എഴുന്നള്ളത്ത്. നീ ഇതിനകത്തങ്ങ് സെറ്റായോ? പിന്നെ ഇല്ലാതെ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്ന അതിന്റെ നടു കഷ്ണം നല്ല ഒന്നാന്തരമായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണം. അതാ എന്റെ പക്ഷം. ഈ ലോക്കപ്പും കാക്കി യൂണിഫോമിന്റെ ഒരു വൃത്തികെട്ട നാറ്റമൊക്കെ എനിക്കിപ്പോ ഇഷ്ടമാവുന്നുണ്ട്. ഇവിടെ അങ്ങ് സ്ഥിരതാമസാക്കിയാലോന്നാ ഇപ്പൊ എന്റെ ആലോചന. നീ എന്നെ വല്ലാതെ ഊതലേടി. നിന്റെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുട്ടുകാലും മടക്കി അടിവയറ്റിലൊന്ന് തന്നാലുണ്ടല്ലോ, താങ്ങത്തില്ല നീ. എന്താടി ചിരിക്കുന്നേ? മാഡം വലിയ തമാശക്കാരിയാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഇപ്പോഴാ അത് നേരിട്ട് മനസ്സിലായത്. എന്റെ തമാശ നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വന്നതേ വേറൊരു കാര്യത്തിന്. നിന്നെ കാണാനേ ഒരാള് വന്നിട്ടുണ്ട്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗസ്റ്റാ അത്. ഞാൻ വിളിക്കാം. എന്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്നും നിന്നെ ഞങ്ങൾ ഇറക്കി വിട്ടതാ. പിന്നെ എന്തിനാടി നീ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത്? ഗിരി എന്നെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് ഗിരി ഇറക്കി വിടാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ഗിരിയാ. മനസ്സിലിപ്പോഴും ഭർത്താവിന്റെ സ്ഥാനത്ത് എനിക്ക് ഗിരി മാത്രമേ ഉള്ളൂ. മതി, എനിക്കൊന്നും കേൾക്കണ്ട. കഴിഞ്ഞ ഒന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റണ്ടേ ഗിരി? അങ്ങനെയാണെങ്കിലേ നീ ആദ്യം ഓർക്കേണ്ടത് ഞങ്ങളുടെ വല്യമ്മയുടെ മുഖവാടി. ഓർമ്മയില്ലേ നീ കൊന്നു തള്ളിയ ആ പാവത്തിനെ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് സംഭവിച്ചതിന്റെ എല്ലാ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാതി തന്നെയാ. ആ വീടിന്റെ അധികാരത്തിന് വേണ്ടിയുള്ള അവളുടെ മത്സരത്തിനിടയിൽ വന്നു പെട്ടുപോയതാ അമ്മ. പക്ഷേ അന്ന് സംഭവിച്ചത് തന്നെ ഇപ്പോഴും ആവർത്തിക്കാൻ പോവുകയാ. മതി, എനിക്കിനൊന്നും കേൾക്കണ്ട.
എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിന്ന്. ഇതുപോലെ കുറേ രാത്രികൾ ഞാൻ കിടന്ന അതേ ലോക്കം മുറി, എനിക്ക് പകരം അതേ മുറിയിൽ അവൾ, സ്വാതി. സന്തോഷിക്കാൻ എനിക്കിതിൽ കൂടുതൽ എന്ത് വേണം വൈശാഖി? ഒറ്റയടിക്ക് മെരുങ്ങാത്ത ഇനം അവള്. ഞാൻ കരുതിയതിനേക്കാൾ വലിയ ആത്മബലമുണ്ട് അവൾക്ക്. ലോക്കപ്പിലായിട്ട് പോലും അവളുടെ വീര്യം ഒട്ടും ചോർന്നിട്ടില്ല. അത് പോരല്ലോ ACP മാഡം, ആ വീര്യം നമുക്കൊന്ന് കുറയ്ക്കണ്ടേ? വീണ് കിട്ടിയ രാത്രിയായത്. ഈ വേദ ആരാണെന്ന് അവളെ ശരിക്കൊന്ന് അറിയിച്ചു കൊടുക്കണം. അതിന് ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വടിവാള് മേരി, വടിവാള് കൊണ്ട് ഒറ്റ കുത്തിന് സ്വന്തം അമ്മായിയമ്മയെ തീർത്ത ആളാ. സെൻട്രൽ ജയിലിലെ സ്ഥിരം പുള്ളിയായിരുന്നു. ഇപ്പൊ ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് കുറച്ചുനാളെ ആയുള്ളൂ. കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ, എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവളെ ആ ലോക്കപ്പിനകത്തിട്ട് അടിച്ചൊതുക്കണം. ഞാൻ ഏറ്റു മാഡം. അതും മാത്രം പോരാ, നാളെ രാവിലെ അവളെ വാരിയെടുത്തു മാത്രമേ ആ ലോക്കപ്പിൽ നിന്ന് പുറത്തു കൊണ്ടുപോവൂ. 3 തരം മാഡം, അത് നടന്നിരിക്കും. സന്ധിബന്ധങ്ങൾ തകർന്ന് നിലവിളിക്കുന്ന അവളെ കാണാനായി ഞാൻ വരും. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ സ്വാതി എന്ന് പറയുന്നവളെ ഞാൻ ശരിയാക്കി തരാം. ലോക്കപ്പിനകത്തെ ഒരു തമ്മിലടി അങ്ങനെ മാറ്റി തീർത്തോളാം ഞാനിതിനെ. അത് മതി മാഡം. നേരം വിളിക്കുമ്പോ വേണമെങ്കിൽ വന്ന് കണ്ടോ. അയ്യോ, ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് തളർന്നു കിടന്ന് ഉറങ്ങുക അവള്. അയ്യോ മാഡം പ്ലീസ്, ദേവി ഇതങ്ങനെ പറയരുത്. ഞാനിപ്പോ ഒരു സ്വപ്നം കണ്ടു. സ്വാതിക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു. അവളെ ആരോ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഓ ഷട്ട് അപ്പ് യു. താൻ എന്താണോ കരുതിയത്? പാതിരാത്രിക്ക് സ്വപ്നം കണ്ടത് വിളിച്ചു പറയാനുള്ള സ്ഥലമാണോ ACP ഓഫീസ്? മാഡം, താനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തനിക്ക് മാത്രം അങ്ങനെ പ്രത്യേകിച്ചൊരു സൗകര്യം ചെയ്തു തരാൻ പറ്റില്ല. മാഡം പ്ലീസ്. വച്ചിട്ട് പോടോ, ഒരു സിനിമാ നടൻ വന്നിരിക്കുന്നു. എടാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോനെ? അച്ഛാ, എനിക്ക് എന്തോ ഒരു പേടി പോലെ. ഞാനൊരു സ്വപ്നം കണ്ടു. സ്വാതിയെ ലോക്കപ്പിനുള്ളിൽ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട്. എടാ, അതൊരു സ്വപ്നമല്ലേടാ, ആർക്കും ഒന്നും സംഭവിക്കില്ല. നീ സമാധാനപ്പെട്. ഇല്ലച്ചാ, ആ ACP ഓഫീസിലേക്ക് വിളിച്ചിട്ട് സ്വാതിയോടൊന്ന് സംസാരിക്കാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല. സ്വാതിയുടെ അറസ്റ്റിന് പിന്നിൽ എന്തോ ചതിയുണ്ടച്ചാ. അല്ലെങ്കിൽ ആ ACP അവളെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാത്തെന്താ? ലോകപ്പില് എന്റെ സ്വാതിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ രാത്രി ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോനെ. സ്വാതിയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. അവളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാം. അതിനുള്ള ഈശ്വരാനുഗ്രഹം അവൾക്കുണ്ട്, ധൈര്യവും. അവളുടെ രക്ഷ അവളുടെ ശക്തി തന്നെയാണ്. ഒരു ശത്രുവിന്റെ മുമ്പിലും അവൾ തോക്കില്ല, അതെനിക്ക് ഉറപ്പാ. സ്വാതി, വടിവാൾ മേരി, കൊള്ളാം. അപ്പൊ നീയാണ് എനിക്ക് ജ്യൂസും കൊണ്ടുവന്നത് അല്ലേ? സംഗതി ഇത്തിരി റിസ്ക്കാ നമ്മൾ എടുത്തിരിക്കുന്നത്. പോലീസുകാരെല്ലാവരും ഇതിനോട് യോജിക്കുന്നവരല്ല. നാളെ ഇതൊരു പ്രശ്നമാവുമ്പോ നമുക്കെതിരെ സാക്ഷി പറയുന്നതും ഇവര് തന്നെയായിരിക്കും. നിനക്കെന്താ ഭയമുണ്ടോ? കൂടിപ്പോയ ഒരു സസ്പെൻഷൻ, അതിനേക്കാൾ കൂടുതലായി സിവിൽ സർവീസുകാർക്ക് എന്തെങ്കിലും നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എടീ, കാലം പഴയതുപോലല്ല. ചെറിയൊരു മൊബൈൽ ക്യാമറ കയ്യിലുള്ളവർ പോലും ഇന്ന് ജേർണലിസ്റ്റായി മാറുന്ന സമയം. സോഷ്യൽ മീഡിയയിൽ ആളുകൾ നമ്മളെ ആലയ്ക്ക് വെളുപ്പിക്കും. പക്ഷേ ഈ കേസിൽ ഞാനതൊന്നും പ്രശ്നമാക്കുന്നില്ല. നാളെ രാവിലെ നിന്നെയും കൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ സ്വാതിയെ നിലവിളിയോടുകൂടി ആംബുലൻസിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരും.
ഹലോ മാഡം. എന്തായി? മാഡം, ലോക്കപ്പിനുള്ളിൽ നിന്ന് സ്വാതിയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. മേരി അവളെ ശരിയാക്കിയെന്നാ തോന്നുന്നത്. അതിനകത്ത് എന്ത് നടന്നാലും ആരും അങ്ങോട്ട് ശ്രദ്ധിക്കേ വേണ്ട, മനസ്സിലായോ? യെസ് മാഡം. എന്തായിടി? മേരി പണി തുടങ്ങി മോളെ. സ്വാതിയുടെ നിലവിളിയാ ഇപ്പൊ ലോക്കപ്പിനകത്തുനിന്ന് കേൾക്കുന്നത്. ഇന്ന് രാത്രി സ്വാതി എന്ന വൻമരം നമ്മൾ വീഴ്ത്തിയിരിക്കും. എന്താ എംബ്ലി ലോക്കപ്പിനകത്തെ വിശേഷങ്ങള്? ഇന്നലെ മാഡം പറഞ്ഞത് കാരണം ഞങ്ങൾ പിന്നെ ആ വഴിക്ക് നോക്കാനേ പോയില്ല. രാത്രി അതിനകത്തൊന്നും ഭയങ്കര ബഹളമായിരുന്നു. മിക്കവാറും അവളെ ആ വടിവാളുമേരി തീർത്ത് കാണും. രാവിലെ നിങ്ങൾ പോയി നോക്കിയില്ലേ? ഇല്ല, മാഡം വരട്ടെ എന്ന് കരുതി. വരൂ മാഡം. ഇതിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. ആ മൂലയിലെങ്ങാനും ഒടിഞ്ഞു മടങ്ങി കിടപ്പുണ്ടാവും. തുറക്ക. ശരി മാഡം. അയ്യോ, ആരൊക്കെയാ ഇത്? ACP മാഡം ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ കരുതിയില്ല. അടികൊണ്ട് അസ്ഥിബന്ധങ്ങൾ തകർന്ന് നിലവിളിക്കുന്ന സ്വാതിയെ കാണാൻ വന്നതായിരിക്കും നീ, അല്ലേടി? എന്നിട്ട് എവിടെയടി ആംബുലൻസ്? പക്ഷേ ഇവളെ നല്ല ആത്മാർത്ഥതയുള്ളവളാ. ഏൽപ്പിച്ച ജോലി നല്ല കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എതിരാളി ഈ സ്വാതിയായിപ്പോയി. ഇന്നലെ രാത്രി സംഭവിച്ചതെന്താണെന്ന് നിങ്ങക്ക് രണ്ടാൾക്കും അറിയണ്ടേ? അതിനല്ലേ രണ്ടുപേരും ഉറക്കപ്പായി ഇന്ന് നേരെ ചാടി എണീറ്റ് ഇങ്ങോട്ട് പോന്നത്. എങ്കി കേട്ടോ. ഇന്നലെ രാത്രി തന്നെ അവളെ റിമാൻഡ് ചെയ്താ മതിയായിരുന്നു. പറ്റിയ മണ്ടത്തരം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്തവണ ഭാഗ്യം അവളുടെ പക്ഷത്തായിപ്പോയി. അങ്ങനെ കരുതി സമാധാനിക്കേ. എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു. അവളുടെ ശല്യം ഇതോടെ തീർക്കാവുന്ന കരുതിയതാ ഞാൻ. അങ്ങനെ എന്നെ തീർക്കാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ഇതുപോലൊരു നത്തോലി ഓഫീസർ കൂട്ടിനുണ്ടെന്ന് കരുതി ലോകം പിടിച്ചടക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഇറങ്ങി പുറപ്പെട്ട നീ വെറും വിട്ടിയാടി വേദേ.
ജാമ്യം കിട്ടിയതിന്റെ നെകളിപ്പ് നീ ഇവിടെ കാണിക്കണ്ട. ഇതേ എന്റെ ഓഫീസാ. മാഡത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് മാഡത്തിന്റെ കുടുംബസ്വത്ത് കൊണ്ട് പണിഞ്ഞ ഓഫീസ് എന്നല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ നികുതി പണമായത്. നിന്ന് ചിലക്കാതെ ഇറങ്ങി പോടി. പോകാൻ തന്നെയാടി വന്നത്. പക്ഷെ അതിനു മുമ്പ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നന്ദിനിയെ കണ്ടുപിടിച്ചിട്ട് നിന്നെ കാണാൻ വരും ഞാൻ. എനിക്ക് ഇവര് തന്നതും അതിന്റെ പലിശയും ചേർത്തിട്ട് തിരിച്ചു നിനക്കിട്ട് തരും ഞാൻ. നീ ഭീഷണിപ്പെടുത്തുന്നോ? തൊട്ടുപോകരുത് തന്നെ. മര്യാദയ്ക്ക് കൈയെടുക്ക. എന്റെ ശരീരത്ത് കൈവച്ചതിനുള്ള ശിക്ഷ മാഡത്തിന് ഞാൻ തിരിച്ചു തന്നിരിക്കും. ഓ, എന്ന് വെച്ചാ നീ എന്നെ തിരിച്ചടിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ അടിക്കടി അടിക്കടി. ഓഹോ, അപ്പോ നീയായിരുന്നു ഇതിന്റെ പിന്നിൽ അല്ലേ? സ്വാതി, വാ പോവാം. പോവാം. ഇനി മേലിൽ നീ എന്റെ പിന്നാലെ വരരുത്. എന്റെ കുടുംബം തകർക്കാൻ വരരുത്. അതിന് നീ ശ്രമിച്ച നിന്നെ കൊന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ മടിക്കില്ല. മോനെ, സ്വാതി എവിടെ? ജാമ്യം കിട്ടിയില്ലേ? അച്ഛാ, ജാമ്യം കിട്ടി. പക്ഷെ സ്വാതി എന്റെ കൂടെ വന്നില്ല. അതെന്താ? നിന്റെ കൂടെ വരാതെ പിന്നെ അവൾ എവിടേക്കാ പോയേ? സ്വാതി നന്ദിനെ അന്വേഷിച്ചു പോയി. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മളും അന്വേഷിക്കുന്നുണ്ട്. പിന്നെന്തിനാ അവള് പോയത്? അച്ഛാ, നന്ദിനെയും കൊണ്ട് മാത്രമേ തിരികെ വരൂ എന്നുള്ള വാശിലാ സ്വാതി. ഞാൻ പിന്നാലെ കുറെ ദൂരം ചെന്ന് തിരികെ വിളിച്ചു നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നും കേൾക്കാതെ അവള് നന്ദിനെ തേടിപ്പോയി. അവള് തനിയെ അന്വേഷിച്ച എങ്ങനെ നന്ദിനെ കണ്ടെത്തും? എനിക്കൊന്നും അറിയില്ല. എവിടെയെങ്കിലും ചെന്ന് അപകടത്തിൽ ചാടുന്നതിന് മുമ്പ് അവളോട് തിരികെ വരാൻ പറ. അച്ഛാ, ഞാൻ പറയാഞ്ഞിട്ടല്ല. ഒരു തീരുമാനമെടുത്താ അത് പിന്നെ മാറ്റുന്ന ശീലം സ്വാതിക്കില്ലെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാലോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നന്ദിനി, നന്ദിനി, നീ എവിടെയാ? നന്ദിനി, നിനക്ക് എന്ത് പറ്റി? നീ ഇപ്പൊ എവിടെയാ? നന്ദിനി മോളെ, നിനക്ക് എന്താ പറ്റിയേ? ആരാ നിന്നെ തട്ടിക്കൊണ്ടു പോയത്? മോളെ നന്ദിനി. ആ കൊച്ചാണോ വിളിച്ചേ? അതെ, ആരോ ഫോൺ കട്ടാക്കി. അവളുടെ ജീവൻ അപകടത്തിലാവും അവനെക്കുട്ട. ചേച്ചി, അങ്ങനാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ഈ കോൾ വെച്ച് ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോലീസ് ആ കൊച്ചിനെ രക്ഷിക്കും. ചേച്ചി കയറ്. അവൾ എടുത്ത് എവിടുന്നാ വിളിച്ചത്? അതെനിക്ക് അറിയില്ല ഗിരി. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവള് നമ്മുടെ അടുത്ത് എവിടെയോ ഉണ്ട്. അവളെയും കൊണ്ടേ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. എടുത്ത് എന്ത് ചെയ്യാൻ പോവാ? ഞാനിപ്പോ ACP ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഈ വിവരം പോലീസിനെ അറിയിക്കണം. എടുത്തി, ഞങ്ങളും കൂടി ACP ഓഫീസിലേക്ക് വരാം. വേണ്ട ഗിരി, ഞാൻ അവിടെ ചെന്ന് ഈ വിവരം പറഞ്ഞിട്ട് ഗിരിയെ തിരിച്ചു വിളിക്കാം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്.